ഹലോ, നാട്ടിലെങ്ങും പാല പൂക്കുന്ന മണമാണ്. ഞാനും ഇപ്പോൾ നിൽക്കുന്നത് ഒരു പാലമരത്തിനടുത്താണ്. ഇന്ന് നമുക്ക് മലയാളം പഠിച്ചാലോ? പാല എന്ന വാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. കുട്ടികൾ പാല എന്നെഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പാ എഴുതി ആകാരം എഴുതി ല എന്നെഴുതാനല്ലേ? അത് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? അത് മാറ്റി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പാല എന്ന് എഴുതാൻ പറ്റും. നമ്മൾ എഴുതുന്ന രീതിയല്ല, പറയുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി. നിങ്ങൾ എങ്ങനെയാണ് കുട്ടികൾക്ക് പാല എന്ന് എഴുതാൻ പഠിപ്പിക്കുന്നത്? ആദ്യം പാ എഴുതി പിന്നെ ദീർഘമിട്ട്, അങ്ങനെയാണല്ലോ നമ്മൾ ചിഹ്നങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? ദീർഘം, വള്ളി, കെട്ടുവള്ളി, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചിഹ്നങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ പാ എഴുതി ദീർഘം എഴുതി ല എഴുതുന്നു. എന്ത് വായിക്കും? പാല എന്ന് വായിക്കും അല്ലേ? പാ എഴുതി ദീർഘം എഴുതി ല എഴുതി. ഇതിന് പകരമായിട്ട്, ഈ ദീർഘം എന്നതിന് പകരം നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണം അവർക്ക്? ആകാരം എന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ്? ആകാരം. അപ്പോൾ പാ എഴുതി ആകാരം എഴുതി ല എഴുതുക. ഈ ആകാരം എന്ന് പറയുന്നത് ആ എന്ന അക്ഷരമാണ് ആകാരം. ആ എന്ന അക്ഷരമാണ് ആകാരം. അതായത് ആ എന്ന അക്ഷരത്തിന് പകരമാണല്ലോ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങൾ എഴുതുമ്പം ആ അക്ഷരത്തിന് പകരമാണല്ലോ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ എന്ന അക്ഷരമാണ് നമ്മൾ ഈ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നത്. ആ ഒരു എന്ന അക്ഷരത്തിന് പകരമാണ് നമ്മൾ ഈ ഒരു ചിഹ്നം യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം ആകാരം ആണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് പെട്ടെന്ന് അത് ക്യാച്ച്. ഇപ്പം നമ്മൾ ഫോണിറ്റിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, വവൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതി തന്നെ മലയാളത്തിൽ നമ്മൾ വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ എന്ത് ചെയ്യാ? പാ എഴുതി ആകാരം എഴുതി വേണം ല എഴുതാൻ. അപ്പോഴാണ് നമ്മൾ പാല എന്ന് വായിക്കുന്നത്. അപ്പൊ ആ സൗണ്ട് അവിടെ കേൾക്കുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും? ആകാരം എഴുതിയാൽ ആ എന്ന് വായിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിൽ പതിയും. അവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ദീർഘം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. പക്ഷെ ഒന്നും കൂടി അവർക്ക് എളുപ്പത്തിൽ ആ സൗണ്ടും ഈ സിമ്പിളും കൂടെ മനസ്സിലോട്ട് വരുമ്പോൾ അവർക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ എന്ന അക്ഷരമുണ്ട് അല്ലേ? ഈ എന്ന അക്ഷരത്തിന് യൂസ് ചെയ്യുന്ന ചിഹ്നം ഇതാണ്, ഈ. അപ്പൊ ഇതിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താണ്? ഇകാരം. ഇകാരം എന്നാൽ ഈ എന്ന അക്ഷരം. ഇകാരം എന്നാൽ ഈ എന്ന അക്ഷരം. എന്ത് ചെയ്യണം? പാ എഴുതി ഇകാരം എഴുതിയാൽ പി എന്ന് വായിക്കാം. പാ എഴുതി ഈകാരം എഴുതിയാൽ പി എന്ന് വായിക്കാം. അപ്പൊ ഈകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എന്ന അക്ഷരമാണ് ഈകാരം. ആ എന്ന അക്ഷരമാണ് ആകാരം. ഈ എന്ന അക്ഷരമാണ് ഇകാരം. ഈ എന്ന അക്ഷരമാണ് ഈകാരം. ഇതുപോലെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ എന്താവും? എളുപ്പത്തിൽ വായിക്കാനായിട്ട് പറ്റും. അതായത് ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പാ എന്ന അക്ഷരം എഴുതി ആകാരം എഴുതിയിട്ട് വേണം ല എന്ന അക്ഷരം എഴുതാൻ. അപ്പോഴാണത് പാല. അപ്പൊ സൗണ്ടും അതേപോലെ തന്നെ സിമ്പലും ചിഹ്നവും അതുപോലെ തന്നെ ശബ്ദവും ഒരുപോലെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ദെൻ പാക്ക് ഇകാരം ഇട്ടാൽ അതിനെ പി എന്നാണ് വായിക്കുന്നത്. ഈകാരം ഇട്ട് കഴിഞ്ഞാൽ പി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇകാരം എന്നാൽ ഈ എന്ന അക്ഷരത്തിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഈകാരം എന്നാൽ ഈ എന്ന അക്ഷരത്തിന് അല്ലെങ്കിൽ ആ ഒരു അക്ഷരത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഈകാരം. ഓക്കെ, അപ്പൊ ഇതുപോലെ വേണം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. ശബ്ദവും അതുപോലെ തന്നെ ആ ഒരു ചിഹ്നവും ഒരേപോലെ അവരുടെ മനസ്സിൽ കയറണം. ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നും കൂടി വേഗത്തിൽ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഹിൽസ്മാൻ ലേണിംഗ് അക്കാഡമിയുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.